പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു നഗർ വലിയ രീതിയിലുള്ള പോലീസ് അതിക്രമത്തോടുകൂടി പൊളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. എത്രയോ വർഷക്കാലമായിട്ട് അവരവിടെ താമസിക്കുകയാണ്. ആ താമസിക്കുന്നവരെ പോലീസിൻ്റെ ബലം പ്രയോഗിച്ച് അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ചെറുത്തുനിൽപ്പ് അവിടെ നടന്നിട്ടുണ്ട്. ആ ചെറുത്തുനിൽപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്ന നിലയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതിനെതിരായ അതിശക്തിയായിട്ടുള്ള ജനകീയ പ്രതിരോധം, ഇതെല്ലാം കർണാടക മോഡലാണ്. കോൺഗ്രസിൻ്റെ ബുൾഡോസർ സംവിധാനം BJP ആണ് തുടങ്ങിയതെങ്കിലും ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബാംഗ്ലൂരിനടുത്തുണ്ടായതുപോലെയുള്ള വലിയൊരു കടന്നാക്രമം തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതിനെതിരായി അതിശക്തിയായ രീതിയിൽ ജനങ്ങൾ പ്രതിരോധിക്കും. അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരൊറ്റപ്പെട്ടവരല്ല. ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ രീതിയിലുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കണം എന്നും അതിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേകിച്ച് CPIM അതിൻ്റെ ഭാഗമായിട്ട് ഉറച്ച ജനങ്ങളോടൊപ്പം നിന്ന് ആലുവ വാഴക്കുളം പാരിയത്ത് പട്ടികജാതി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.